അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരുന്നത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവെ പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ,
അവിടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട്, ഭീഷണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവൃത്തികളാണ്. ഞാൻ പറയണത് ശ്രദ്ധിച്ചേക്കണേ. കാര്യം ലോകത്തിൽ എന്തുമാത്രം സൽപ്രവൃത്തികളാണ് ഈ ഉടമ്പടി എടുത്ത മനുഷ്യർ ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. ആതുരാലയങ്ങളിലും, കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും, ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ആതുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ഉടമ്പടി എടുത്തവർ അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവരും സൽപ്രവൃത്തി ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയുകയാണ്. സൽപ്രവൃത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ബാക്ടീരിയ കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും. കാര്യം സൽപ്രവൃത്തികൾ കളങ്കിത സൽപ്രവൃത്തിയുണ്ട്, നിഷ്കളങ്ക സൽപ്രവൃത്തിയുണ്ട്, രക്ഷാകര സൽപ്രവൃത്തി അഥവാ കൃപാവര പ്രവൃത്തിയുണ്ട്. അപ്പോൾ 3 തരം പ്രവൃത്തികളാണ് സൽപ്രവൃത്തികളുള്ളത്. ഒന്ന് കളങ്കിത സൽപ്രവൃത്തി. അതിന് ബൈബിൾ വളരെ മോശം ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. യെശയ്യാ 64:6 ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മലിനവസ്ത്രം പോലെയുമാണ്. ഇത് POC ബൈബിളാണ്. അത് ഗ്രീക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന തർജ്ജിമയാണ്. ഈ ലാറ്റിൻ മൂലം ഉൾഗാത്തായിൽ നിന്ന് എടുത്ത തർജ്ജിമയാണ് നമ്മളുടെ മുത്തേടച്ചൻ്റെ പഴയ ബൈബിള്, മലയാളം ബൈബിള്. മുത്തേടച്ചൻ്റെ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയാണ്. മുത്തേടച്ചൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അത് ലാറ്റിൻ ട്രാൻസ്ലേഷനാണ് മലയാളത്തിലേക്ക്. അത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെയാണ്. അപ്പം ചില സൽപ്രവൃത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സംഭവം സൽപ്രവൃത്തിയായിരിക്കും, പക്ഷേ ആ ഉദ്ദേശശുദ്ധിയില്ലേ, അവിടെയാണ് ശുദ്ധ സൽപ്രവൃത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ ഈ നിങ്ങളുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സൽപ്രവൃത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ ചാരിറ്റി ലെവല്, സുവിശേഷവിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിൽ. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദ്ദേശിക്കണത് ഉടമ്പടി സൽപ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കണത് നിങ്ങളുടെ ആംഡായിട്ടുള്ള എക്വിപ്ഡായിട്ടുള്ള പേഴ്സൺ ആകുക. കാര്യം ദൈവമായിട്ട് ഈക്വലായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം.
പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സുവിശേഷവിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്ന ഈ സൽപ്രവൃത്തിയാണ്. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് അത് കളങ്കിത സൽപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കുന്നതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മലിന വസ്ത്രം പോലെയാകും. ആ മാലിന്യം വരും. അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങളുടെ മാലിന്യമാണ് വരേണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റബിൾ അല്ല. മലിന വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഡിറ്റർജൻ്റ് ഉണ്ട്. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബൈബിൾ അവസാനിപ്പിക്കണത്. വെളിപാട് അവസാനിക്കണം അങ്ങനെയാണ്. വെളിപാട് 7:13-14. വെളിപാട് 7:14. അതെ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? വെള്ള അങ്കി, മല്ലമല്ലാത്ത വസ്ത്രം, വെള്ള അങ്കി അണിഞ്ഞ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇവര് എവിടെ നിന്നാണ് ഇവര്? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ. ഞെരുക്കമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതല്ല പ്രശ്നം. ആ ഞെരുക്ക സമയത്ത് കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവർ. ഇപ്പം നമ്മുടെ സൽപ്രവൃത്തികൾ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവവും ഇല്ലാതെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജൻറ്റ് ക്ലീൻനെസ് അവിടെ വരും. അപ്പം അത് നല്ലതാണ്. ശരിക്കും ഈ സൽപ്രവൃത്തികളെ ദൈവത്തിന് മുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കണം നമ്മൾ. ഏതാണത്? ക്രിസ്തുവിൻ്റെ രക്തം, കർത്താവിൻ്റെ സഹനമാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സഹനങ്ങളിൽ മറ്റുള്ളവർ ആണ് അതിൻ്റെ കാരണമെങ്കിലും അവിടെ കടുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും, അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും. അപ്പം അത് നമുക്ക് സ്വീകാര്യമല്ല. കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 നന്ദി. എൻ്റെ പേര് ഉഷ. ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനുമാണ് എന്നെ ആദ്യമായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2024 വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. 2024 ഓഗസ്റ്റ് 23 എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ കാറിടിച്ച് തെറിച്ചു പോയി. തല 2ആയിട്ട് ഇതായി, മുഖം ഒരു ഇവിടുന്ന് അങ്ങ് മറിഞ്ഞ് ഇതായിപ്പോയി. വളരെ വലിയൊരു അപകടമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രശസ്തമായ മെഡിസിറ്റിയിലാണ്. അവിടുന്ന് അവർ പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, വലിയ മേജർ ഓപ്പറേഷൻ വേണം. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവിടുന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഡിസ്ചാർജ് വാങ്ങിച്ച് പോയി. അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ജീവൻ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് വേറെ ആരുമില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പാണ്. 3 വർഷമായി. എൻ്റെ ഹസ്ബൻഡിന് അപകടം സംഭവിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എനിക്കെൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു തരണം. എന്താണെങ്കിലും എൻ്റെ സഹോദരി ഭർത്താവ്
എൻ്റെ ഹസ്ബൻഡിനെ ഹാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴേ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപവും കൊന്തയും ഉണ്ട്. ഞാനത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ബോധം വീണത്. അത് കഴിഞ്ഞ് വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. 4 മാസത്തോളം റെസ്റ്റായിരുന്നു. ഒരു കട്ടിലയിൽ അമ്മയും മറു കട്ടിലയിൽ ചേട്ടനും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എന്ത് ചെയ്യും? നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ? അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവരും സാധാരണക്കാരാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ജോലി സംഘടിപ്പിച്ച് തന്നു. അവിടെ പാലായിലുള്ളൊരു ടീച്ചറിൻ്റെ വീട്ടിലാണ്. ടീച്ചറിന് ഒരു സഹായി വേണം. അപ്പം അങ്ങനെ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് ചെന്നു. അവിടെ ചെന്ന് കയറി ഞാൻ പോകുന്നതിന് മുന്നേ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാനൊരു ജോലിക്ക് പോവുക, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വയ്യാത്ത അമ്മയുണ്ട്, വയ്യാത്ത ഹസ്ബൻഡും ഉണ്ട്. ഇവരെ 2 പേരെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ നിവർത്തികേട് കൊണ്ടാണ്. അവിടെ ചെന്ന് ഞാനവിടെ കയറി തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ മാലയിട്ട്. അപ്പം ഞാൻ ആഹാ, മാതാവ് ഇവിടെ ഉണ്ടല്ലോ, ഇനി എനിക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം ടീച്ചർ എന്നോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാനും പറഞ്ഞു, ഇതാണ് ടീച്ചറെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, മോളെ പാസ്ബുക്ക് ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് തരുന്ന പൈസ അക്കൗണ്ട് വഴി ഇടാനായിരിക്കുമെന്ന്. അല്ലായിരുന്നു. ടീച്ചറിൻ്റെ മക്കൾ 2 പേരും വിദേശത്താണ്. ടീച്ചർ എൻ്റെ വിഷമങ്ങൾ, ഒരുപക്ഷെ അത് മാതാവായിരിക്കും ടീച്ചറിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ടീച്ചർ മക്കളോട് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന 5-ാമത്തെ ദിവസം എൻ്റെ അക്കൗണ്ടിൽ പൈസ അവരിട്ട് തന്നു. ടീച്ചർ പറഞ്ഞു, മോനെ, പണിക്കാരെ വിളിച്ച് വീട് പണിതോ. ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, മാതാവേ, അന്ന് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവരവിടെ നിന്ന് ഇറങ്ങി മാറാൻ പറഞ്ഞു. ഞാൻ ഈ വയ്യാത്ത അമ്മയെ, ആക്സിഡൻറ്റ് പറ്റിയ ചേട്ടനെയും കൊണ്ട് എവിടെ പോകും? എനിക്കെൻ്റെ വീടൊന്ന് നനയാതെ ആക്കി തരണം, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ ചെന്ന് 5-ാമത്തെ ദിവസം എന്നോട് ടീച്ചർ പറഞ്ഞു, വീടിൻ്റെ പണി തുടങ്ങിക്കോ. അവരത് എവിടെ നിന്നൊക്കെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാത്ത ആൾക്കാരും ഉണ്ട് എന്നെ സഹായിച്ചത്. ഒരുപാട് പൈസ തന്ന് എൻ്റെ വീട് വാർത്ത് നനയാതെ ആക്കി തന്നു. എൻ്റെ അമ്മ ആ വീട്ടിൽ വന്ന്, എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 3 മാസമായി. ആ വീട്ടിൽ വന്ന് കിടന്ന് സന്തോഷത്തോടെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ താമസിച്ചത്. എൻ്റെ അമ്മ മരിച്ചിട്ട് 3 മാസമായതേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്തോഷത്തോടെ, പണി മൊത്തം പൂർത്തിയായില്ല എങ്കിലും ഞാൻ ഇപ്പോഴും ടീച്ചറിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ മാതാവ് അതിൻ്റെ ബാക്കിയും കൂടി എനിക്ക് ആക്കിത്തരും. തീ കത്തിച്ച് കഴിയാൻ പറ്റും. അതിന് മുന്നേ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വരാൻ സാധിച്ചതും എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടതും ഒക്കെ, ഞാനിന്ന് ആ വീട്ടിൽ താമസിക്കുന്നത്, അതൊക്കെ എൻ്റെ മാതാവാണ്. ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. അവസാനമാണ് ഞാൻ ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ കിടക്കും എന്ന് ചോദിച്ചു. എനിക്കെല്ലാം എൻ്റെ അമ്മ മാതാവും ഈശോയും തന്നു. ഞാൻ എല്ലാവരോടും പറയുക, എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്തൊക്കെയാണെങ്കിലും ഇച്ചിരി താമസിച്ചാണെങ്കിലും മാതാവ് നമുക്ക് സാധിച്ചു തരും. അതിനൊരു മാറ്റവും ഇല്ല, അതിനൊരു സംശയവും വേണ്ട. അമ്മ മാതാവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ അമ്മ കേൾക്കും. അതുപോലെ എൻ്റെ സഹോദരി, അവൾ ഒരുപാട് കഷ്ടത വിഷമം അനുഭവിക്കുന്നുണ്ട്. അവൾ വെളിയിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട്. അവൾക്കും ഒരു അനുഗ്രഹം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ എനിക്ക് എൻ്റെ അവസ്ഥ കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനൊക്കെ, ഒരുപാടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയല്ല, എന്നാലും ഇത്തിരിച്ചേ കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ചോറ് അങ്ങനെ വരും. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കറികളുമൊക്കെ വെച്ച് ചോറും പൊതി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാതാവിൻ്റെ പത്രം, അത് ഞാൻ എല്ലാവർക്കും, എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എനിക്കറിയാവുന്ന എല്ലാവർക്കും കൊടുക്കും. അതുപോലെ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ വരുന്ന, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും
മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച്, മാതാവ് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാവുന്നവരോടും എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നതാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. ഈശോ സാക്ഷിയാക്കി മാതാവിൻ്റെ ഈ തെരുനടയിൽ ഞങ്ങളെ സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സവിത ഡെന്നി, വീട് വരാപ്പുഴ. ഇതെൻ്റെ മക്കൾ അന്ന, ഡാനിയേൽ. ഞങ്ങൾ വരാപ്പുഴ അതിരൂപതയിലെ തേവർഗാട് തിരുഹൃദയ ദേവാലയാംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടിയെടുത്തത് 2022 ജൂണിലാണ്. അതിനു മുന്നേ 2018 ഞാൻ എൻ്റെ അമ്മയോടൊപ്പമാണ് ആദ്യമായി ഇവിടെ വന്നത്. എല്ലാ മാസവും ഞാനിവിടെ വന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. 2022 ഞാൻ ഉടമ്പടിയിലേക്ക് ആദ്യം വന്നത്. ആദ്യം തന്നെ ഞാൻ ഉടമ്പടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചു പോരുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. പിന്നെ എൻ്റെ മകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നത്. ഉടമ്പടി പുതുക്കി. എൻ്റെ ജോലി എനിക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർ വന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടത്. ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രൈവറ്റ് ജോലിയല്ലേ, കുഴപ്പമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്ന് ജോലി റിസൈൻ ചെയ്തു. പിന്നീട് ആ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അതിനേക്കാളും നല്ല സാലറിയോടുകൂടി നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പോഴും ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകന് 10ാം ക്ലാസ്സിൽ CBSE ആയിരുന്നു. ആ സമയത്ത് അവന് പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. കുറച്ച് സമയം ആളിരുന്ന് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് അവന് 50% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് അവനെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവന് ഒരു 75% മാർക്ക് അമ്മ മാതാവെ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് അവന് ലഭിച്ചു. കൂടാതെ എനിക്കൊരു 15 വർഷത്തോളമായി എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. വെർട്ടിൻ 16 ഞാനൊരു 2-3 ഗുളിക ദിവസവും കഴിക്കുമായിരുന്നു. അതുകൂടാതെ പുറം വേദന, പെടലി വേദന, ഷോൾഡർ വേദനയൊക്കെ സ്ഥിരമായി ഉണ്ടാകുമായിരുന്നു. ഒരു അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഇരുന്നുള്ള ജോലി കൊണ്ട് തന്നെ പെടലി വേദനയും സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഓയിൽമെൻറ്റ് തേക്കും, മെഡിസിൻ കഴിക്കും, പിന്നെ അതുപോലെ തന്നെ ചൂട് പിടിക്കും. അങ്ങനെയുള്ളതിലേക്കൂടെയൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ 1 വർഷത്തോളമായി തലകറക്കത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ അസുഖങ്ങൾക്കൊന്നും ഞാൻ യാതൊരുവിധ മരുന്നും കഴിക്കുന്നില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ബിസിനസ്സായിരുന്നു. 1 വർഷത്തോളമായി ഭർത്താവിന് ബിസിനസ്സൊന്നുമില്ലാതെ ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമായിരുന്നു വീട്ടിൽ. ആ സമയത്ത് ഞങ്ങളിവിടെ നിയോഗം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ പാപ്പക്ക് വിദേശത്തേക്ക് പോകാനുള്ള ജോലി പോകുവാൻ വേണ്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് അമ്മ നിയോഗം വെച്ച് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പപ്പ അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനത് എഴുതില്ല. നമ്മളത് ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ എഴുതേണ്ടത്, അമ്മ അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എഴുതി. ആ മാസം തന്നെ ഞങ്ങളതിന് വേണ്ടിയിട്ട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാസം തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുവാണെന്ന് പറഞ്ഞു. ഞങ്ങളിത് ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അന്ന് തുടങ്ങി തന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 6 മാസത്തിനുള്ളിൽ ആൾ ദുബായിലേക്ക് പോയി. ഇപ്പം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മോക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യം അവൾ പറയും. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഞങ്ങളുടെ പള്ളികളിൽ തന്നെയാണ് പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനത് ബസ് സ്റ്റാൻഡിലേക്കും പിന്നെ വഴിയിൽ കൂടി പോകുന്നവർക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചിലവർ പത്രം കാണുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയും. നമ്മളത് സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചു വാങ്ങും. എന്നാലും പിന്നെയും പിറ്റേ ദിവസവും ഞാനത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ അതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. അവരോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കും. സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കും. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലും.
പള്ളിയിൽ സ്ഥിരം കുർബാനയ്ക്ക് പോവാറുണ്ട്. 2 ആഴ്ചയ്ക്ക് കൂടുമ്പോൾ കുമ്പസാരിക്കും. ബൈബിള് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ആത്മീയമായിട്ട് ഇപ്പോൾ നമുക്ക് കൊന്ത ചെല്ലാനും കൂടുതൽ മറ്റുള്ളവരോട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമ്മൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരോട് തിരിച്ചൊന്നും പറയാതെ അവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആത്മീയതയിൽ വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് കിട്ടിയ സാക്ഷ്യം അവൾ പറയും. എൻ്റെ പേര് അന്ന. എനിക്കിപ്പോൾ 19 വയസ്സായി. 18 വയസ്സായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയണതും ഞാൻ കൃപാസന മാതാവിൻ്റെ ഒപ്പം ഒരു ജേണി തുടങ്ങണത് ഞാൻ 8th പഠിക്കുമ്പോഴായിരുന്നു. 8th പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പഠിക്കില്ല, ഭയങ്കര ഉഴപ്പായിരുന്നു. എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ഒരു ശോകാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുറിച്ച് തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന്, ടീച്ചേഴ്സിനായാലും എന്നെക്കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റും ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഭയങ്കര കരഞ്ഞ് തളർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു രാത്രി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെടുകയും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാ കരയണേ, വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. ആ ടൈമിലാണ് മമ്മി ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിരുന്നത്. അപ്പോൾ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടുന്ന് ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസ അനുഭവത്തിന് ശേഷം എനിക്ക് നന്നായി പഠിക്കാനുള്ളൊരു പ്രചോദനവും നന്നായി പ്രാർത്ഥിക്കാനുള്ളൊരു ഇൻസ്പിറേഷനും കിട്ടി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് ഞാൻ തന്നെ എനിക്കങ്ങനെ തോന്നി ചെയ്യാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കാനും ആരംഭിച്ചു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. എക്സാംസിനൊക്കെ വളരെ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ 10th ആയപ്പോഴും എൻ്റെ CBSE ബോർഡ് എക്സാമിലൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പോൾ ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ ഞാൻ ഒരു 8th to 10th 2 വർഷ ഗ്യാപ്പിൽ ഞാൻ മാതാവായിട്ട് ചേർന്നു, മാതാവായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ലോ ഗ്രാഫിൽ നിന്ന് എൻ്റെ ഗ്രാഫ് അപ്പാവാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടീനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി പത്രം വായനയിലൂടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മമ്മിയും കൂടി ഉടമ്പടിയിൽ വന്നാലേ ഞങ്ങളുടെ കാര്യമൊക്കെ കൂടുതൽ സ്മൂത്തായിട്ട് പോവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ +1 +2 ഞാനതാണ് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോഴാണ് മമ്മിക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അങ്ങനെ മമ്മി കൃപാസനത്തിൽ വരികയും ചെയ്തത്. മമ്മിക്ക് ആക്ച്വലി ആ ഒരു ജോലി സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും എനിക്കൊരു സന്തോഷമായി. കാരണം മമ്മിക്ക് കൃപാസനത്തിൽ വരാനുള്ളൊരു അനുഗ്രഹമാക്കി മാതാവ് മാറ്റി തന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ മമ്മി ഉടമ്പടിയിൽ വന്നു. മമ്മിയുടെ ഉടമ്പടിയിൽ എനിക്ക് +2 ഹ്യൂമാനിറ്റീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ടോപ്പറാകണം എന്നൊരു നിയോഗം മമ്മി വെച്ചിരുന്നു. ആ ഒരു നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് ഹ്യൂമാനിറ്റീസ് ടോപ്പറാവാൻ സാധിച്ചു. പിന്നെ എനിക്ക് CUT എക്സാം ക്ലിയർ ചെയ്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ എക്സാം എഴുതിയെങ്കിലും എനിക്ക് മാർക്ക് അധികം ഇല്ലായിരുന്നു. എക്സാം പാസ്സായി. പക്ഷെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനുള്ള അത്രയും മാർക്ക് എനിക്കില്ലായിരുന്നു. കുറേ ഒരു 3-4 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചു. എനിക്ക് ഒരിടത്തൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റ് ഡൽഹി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടണം എന്നായിരുന്നു. അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു തമിഴ്നാട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് അവിടെയും കൂടി വെച്ചിരുന്നു. മാതാവിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏത് സ്ഥലമാണ് നല്ലതെന്നുള്ളത്. അപ്പം മാതാവ് തന്നെ എനിക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അവിടെ മാത്രം എനിക്ക് അഡ്മിഷൻ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് എനിക്കൊരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു ദിവസം എനിക്കെന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് നിന്ന് എനിക്ക് കോൾ വന്നു. അവിടെ ആയാലും ഒരു 10 ലിസ്റ്റ് ഇറക്കിയിട്ട് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്കങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്കത് മാർക്കും ഇല്ലായിരുന്നു, എനിക്കൊരു മെറിറ്റില്ലായിരുന്നു അവിടെ അഡ്മിഷൻ കിട്ടാൻ. പക്ഷേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. പിന്നെങ്കിൽ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ +2 എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു സബ്ജക്റ്റിൻ്റെ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. എനിക്കതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് എന്ത് എഴുതണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ ആൻസേഴ്സും മാതാവ് എനിക്ക് പറഞ്ഞു തന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ജസ്റ്റ് എപ്പോഴോ വായിച്ചു വിട്ട ഓരോ സെൻറ്റൻസുകൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിന് എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാനും സാധിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പക്ക് പുറത്തേക്ക് പോണ കാര്യം അത് ഭയങ്കര ലാഗായിരുന്നു.
അത് പപ്പക്ക് പോകാനേ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീട്ടിലും ആകെ ഞങ്ങൾക്ക് സങ്കടവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു. പപ്പക്ക് പോകാനും പറ്റുള്ള, പപ്പക്കും ഭയങ്കര സങ്കടം, ഞങ്ങൾക്ക് കുടുംബത്തിൽ ആകെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ടെറസിൽ ഇങ്ങനെ തുണിയെടുക്കാൻ പോയപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇതായിട്ട് മഴവിൽ കാണാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു ടൈം ഭയങ്കര ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ മാതാവെ ഞങ്ങൾക്കൊന്ന് കടന്നു പോകാൻ പറ്റണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒരു മാതാവിൻ്റെ മഴവിൽ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ പപ്പക്ക് പോകാനും സാധിച്ചു. പിന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഞാനതിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ കിട്ടിയില്ല, ഞാനും ഡിസപ്പോയിൻറ്റഡ് ആവാറില്ല. കാരണം എനിക്ക് ചിലപ്പോൾ കിട്ടും എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കാനുണ്ടാവുക. ചിലപ്പോൾ മാതാവ് അത് ഹോൾഡ് ചെയ്യും. അതിനേക്കാളും ഭയങ്കര വലിയ കാര്യങ്ങൾ തന്നെ മാതാവ് ബ്ലെസ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കും ഗോഡ് ഓൾവേസ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ മീ. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും മാതാവ് എനിക്ക് തരിക. പക്ഷെ ഒരു കാര്യത്തിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറി ആവാറില്ല. മാതാവ് എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ ബ്ലെസ് ചെയ്യാറുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഈശോയെ, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏതാ നല്ലതെന്നുള്ളത്, നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് മാത്രം എനിക്ക് ഓരോന്നും നടന്നു കിട്ടിയാൽ മതി. എൻ്റെ പഠിക്കണ കാര്യത്തിലായാലും മുമ്പോട്ടുള്ള എല്ലാ കാര്യത്തിനായാലും അവരോട് ചേർന്ന് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഡിസിഷൻസ് ആയിരിക്കും ഞാൻ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ പബ്ലിക് പ്ലേസസിലും എല്ലായിടത്തും പത്രം കൊടുക്കുമായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെയും പബ്ലിക് പ്ലേസസിൽ കൊടുക്കും. എന്നാലും കൂടുതലായി ഞാൻ റൂറൽ ഏരിയാസിലേക്ക് ഇറങ്ങി. അവർക്കൊന്നും കൃപാസനം അറിയേയില്ല. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ബ്രോക്കൺ തമിഴിൽ എങ്ങനെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വളരെ ബേസിക്കായിട്ടായിരിക്കും ഞാൻ പറയും, ഇതിങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു പള്ളി കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പത്രം വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങളിത് വായിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവർക്ക് തമിഴിൽ അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയും ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞവർക്കത് കൊടുക്കും. ഓരോ പത്രം കൊടുക്കുമ്പോൾ അതിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കാം. പിന്നെ സാക്ഷ്യം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനം ഷെയർ ചെയ്യാറുണ്ട്. ധ്യാനം ഞാൻ വളരെ സമയമെടുത്ത്, ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് 1/2 മണിക്കൂർ കേൾക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ ഒരു 1/2 മണിക്കൂറായാലും ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് ഓരോ കാര്യങ്ങളും, ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി, നാട്ടിലായിരിക്കുമ്പോൾ മമ്മിയുടെ കൂടെ വന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയിലും അമ്മയുടെ ഒപ്പം നിന്ന് ഞാൻ ചെയ്യും. അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ആർക്കും വേണ്ടാത്ത കുറേ ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ വീട്ടുകാർ അവരില്ലാത്തവർ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് കൂടി ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്നതിൽ സേവ് ചെയ്ത് ഞാൻ അവർക്ക് ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കും. അല്ലാതെ മറ്റു രീതിയിൽ എനിക്ക് എന്തെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമതും സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2010 ബിടെക് പാസ്സായതാണ്. പാസ്സായ കാലം മുതൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പഠിച്ച കോളേജിൽ ഒരു ടീച്ചറായി ജോലിക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് ബിടെക് മാത്രം പോരാ, എംടെക്കും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കന്ന് അവിടെ കയറാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ ബിടെക് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് നോക്കാനേ എനിക്ക് അന്ന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ തൊടുപുഴ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരളത്തിൽ തന്നെ ആ പോളിടെക്നിക്കിൽ മാത്രമേ ഞാൻ പഠിച്ച ബ്രാഞ്ചുള്ളൂ. അപ്പം അവിടെ ഒരു സ്ഥിരമായ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിക്കും, സ്ഥിരമായ ഒരു ജോലി ലഭിക്കും. അപ്പോൾ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മ മാതാവേ എനിക്ക് ഒരു ജോലി ആ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായിട്ടൊരു ജോലി തരണേ എന്ന്. അങ്ങനെ 2013 PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, താൽക്കാലിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വളരെ കഠിനമായിട്ട് തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു, രണ്ടും ചെയ്തുകൊണ്ട് 2015 ഞാൻ പരീക്ഷ എഴുതി. 2017 റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുമ്പം എൻ്റെ റാങ്ക് 6ാമത്തെ റാങ്കാണ്. ശരിക്കും 2 വേക്കൻസി മാത്രമേ അവിടെ ജനറൽ വിഭാഗത്തിനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് വളരെ വിഷമമായി. എന്നിരുന്നാലും എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ എഴുതിയ പരീക്ഷയാണ്. ഇത്രയും റാങ്കിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അതിനകത്ത് ക്വാളിഫിക്കേഷൻ വേറെ ഉള്ളവർ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെതിരെ കേസിന് പോയി.
പിന്നെ കേസിന് പോയി കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് 2 പേര് മാത്രമേ മാറുള്ളൂ. പിന്നെയും 4 പേര്, 4ാമത്തെ റാങ്കിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ആ 4 പേരിൽ 2 പേരിലേക്ക് എത്തിയാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴല്ല ഈ 2 റാങ്കിലേക്ക് എത്തണം, മുകളിലുള്ള 2 റാങ്കിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ആ മുകളിൽ കിടക്കുന്ന 4 പേർക്കും ഇതിനേക്കാൾ നല്ലൊരു ജോലി മാതാവ് കൊടുക്കണം എന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാക്കി ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ വന്ന് എനിക്കപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ 2017 നിലവിൽ വന്നു, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതിനുശേഷം ഞാൻ 2019 ഈ നിയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 2019 ഇവിടെ വന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത സമയമായപ്പോഴത്തേനും എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ 2 നിയോഗങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചത്. ഒന്ന്, എനിക്കൊരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു കുഞ്ഞിനെ വേണം, രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. പിന്നെ ഈ ജോലിയുടെ കാര്യവും ശരിയാക്കി തരണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ ക്യാരിയിങ് ആയി. അതിൻ്റെ സാക്ഷി ഞാനിവിടെ വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നില്ല. ഞാൻ ഒരു തരത്തിലും നിരാശപ്പെടാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, പുതുക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതായത് 6ാമത്തെ റാങ്കിൽ നിന്നും കേസ് ജയിച്ച് 4ാമത്തെ റാങ്കിലെത്തണം. 4ാമത്തെ റാങ്കിൽ നിന്നും മുകളിൽ കിടക്കുന്നവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവർ നല്ല ജോലി, ഇതിനേക്കാളും നല്ല ജോലി തന്നെയാണ്. അപ്പോൾ അവരത് നമുക്ക് ഡിലീഷൻ എഴുതി തരണം, അതായത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. പക്ഷേ ഈ പോസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് അതിനേക്കാൾ നല്ലതായതുകൊണ്ട് അങ്ങനെ അവർക്കത് തരുവാൻ അവർക്കൊരു പൂർണ്ണമായും ഒരു തരുവാനുള്ള ആഗ്രഹമില്ല. അപ്പം അവരുടെ ഒരു മനസ്സ് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഇത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. ഇനി ആ ജോലി വേണ്ട എന്ന് എഴുതി തരുമ്പോഴും അത് PSC അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 3 തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ 2017 മുതൽ ഞാനിതിന് 19 മുതൽ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ, അതായത് 100 കണക്കിന് ജപമാലകൾ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ എപ്പോഴും ചൊല്ലും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ MTech 2016 അതിനിടയ്ക്ക് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ ഒരിടത്തും ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. ഇത് റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്, പക്ഷേ വേറൊരു ജോലി എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അവർ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവോ ഒരു പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഗന്ധാഭിഷേകം, എനിക്ക് മാത്രമല്ല ട്യൂഷൻ സെൻറ്ററിൽ വന്ന സ്റ്റുഡൻസിനും അത് കിട്ടി. അതിനുശേഷം അത് ഞങ്ങളിങ്ങനെ പറഞ്ഞു, പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇത് സുഗന്ധാഭിഷേകമാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു കോള് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുവാണ്, ടീച്ചിങ് ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ കുഞ്ഞു പിള്ളേരാണ്, എനിക്കത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും വന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഞങ്ങൾക്ക് സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7 വർഷത്തോളം ബ്രേക്കായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ജോലിക്ക് കയറി. അതിനുശേഷം പിന്നീട് നമുക്കൊരു സ്ഥിരം ജോലി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് മണിക്കൂർ സമയത്തേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു കോളേജിൽ ഇത് കിട്ടുമോ എന്ന് ഉറപ്പില്ല, ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്ന് അറിയില്ലല്ലോ, ഈ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കോളേജുകളിൽ ശ്രമിക്കാമെന്ന് ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇൻ്റർവ്യൂവിനൊരു തൊടുപുഴ അടുത്തൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് കൈപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇൻ്റർവ്യൂകൾക്ക് പോകാൻ പറ്റില്ല, കാരണം ഇനി എനിക്കൊരു ജോലി വേണം. ഇത്രയും ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് ഇനി നല്ല ജോലി കിട്ടുമോ എന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു ജോലി വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വേറൊരു നല്ല കോളേജിൽ നിന്ന്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ 2010 ഞാൻ ഏത് കോളേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചോ ആ കോളേജിൽ നിന്ന് തന്നെ എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് വലിയ കാര്യമായ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2 ജോലി ലഭിച്ചു. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, 3ാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണം. അത് തൊടുപുഴ അടുത്ത് തന്നെയാണ്, ഒരു പോളിടെക്നിക്കാണ്. അപ്പോൾ എനിക്ക് ആ ജോലി വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4ാമത്തെ ഉടമ്പടിയും പുതുക്കി. അപ്പോൾ അതിനകത്ത് അപ്പോഴത്തേനും ആ സമയമായപ്പോഴത്തേനും മുകളിൽ റാങ്ക് ലിസ്റ്റുള്ളവരൊക്കെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ എനിക്ക് ഈ ജോലി വേണ്ടാന്ന് എഴുതി തന്നു. പക്ഷേ അവസാനത്തെ കടമ്പ ഈ കാലാവധി ഒത്തിരിയായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, ഇത് കേസിനകത്ത് പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ കാലാവധി നീണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഡിലീഷൻ, ഇവർ തന്ന ഡിലീഷൻ PSC സ്വീകരിക്കുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ PSCയുടെ ഓഫീസിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അവരൊന്നും പറയുന്നില്ല. ഞാൻ PSCയുടെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ
തൈലമൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് PSC ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് നടക്കുമെന്ന് സംശയമാണെന്ന് പറയും. അപ്പോൾ ഞാൻ ആ തൈലമൊക്കെ അതിൻ്റെ മതിലിൻ്റെ പുറത്തൊക്കെ ആരും കാണാതെ ഒന്ന് പൂശും. പിന്നെ അതുപോലെ ഉപ്പൊക്കെ ഒരല്പം ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങ് പോരും. അല്ലാതെ ആരും ഒരു പ്രതീക്ഷയൊന്നും തരുന്നില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നടക്കും. കാരണം ഞാനിത് മാതാവിനെ ഏൽപ്പിച്ചാൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങ് പോരും. പിന്നെ ഞാൻ ഈ പണ്ട് വർക്ക് ചെയ്ത കോളേജ് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ കോളേജിൽ അലുമിനി മീറ്റിനൊക്കെ പോയപ്പം ആ കോളേജിലും പോയി ഉപ്പും തൈലമൊക്കെ പൂശി അങ്ങനെയൊക്കെ ഇങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിശ്വാസത്തോടെ നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവസാനം ഈ ഡിലീഷൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സംശയം. അപ്പം ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹം. പക്ഷേ എല്ലാവരും എക്സാം എഴുതാനും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ, എൻ്റെ കാര്യം വലുതല്ല എന്നല്ല, പക്ഷേ എന്നാലും എനിക്ക് മാതാവ് ഒരു പ്രൈവറ്റ് ജോലിയെങ്കിലും തന്നല്ലോ. അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഇവിടുന്ന് സ്റ്റാഫ് പറഞ്ഞു. പക്ഷേ എന്തായാലും ഞാൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം കൃത്യം ഒരു 3:30 സമയമായപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു കാശ് രൂപം തന്നു വിട്ടു. അതിനുശേഷം ഞാൻ പിന്നീട് സത്യം പറഞ്ഞ ഈ ജോലിയെക്കുറിച്ച് ഇനി നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. 3 മാസത്തിനുള്ള, അതായത് 2017 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 8 വർഷത്തിന് ശേഷം മെയ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് PSCയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടുവാണ്. ആ ഡിലീഷനൊക്കെ സ്വീകരിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടി. അതിനുശേഷം വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ നിന്ന് റിലീവ് ചെയ്ത് എനിക്ക് 2025 ജൂൺ മാസം 3-ാം തീയതി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട്, വീടിനടുത്തുള്ള പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട് കയറുവാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡിലീഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ മുകളിലുള്ള റാങ്ക് ലിസ്റ്റുകാരെ നിന്ന് വാങ്ങിക്കൊടുത്തു. അത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നോർത്ത് 2ാമത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചു. ആ സമയത്ത് ആ ഡിലീഷൻ്റെ ലെറ്റർ ഞാൻ അയക്കുമ്പോഴും ഈ മാതാവിൻ്റെ തൈലമൊക്കെ ആ ഡിലീഷൻ ലെറ്ററെ പൂശി ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോസ്റ്റിൽ അയക്കുന്നത്. അത് അയച്ച് 2 ദിവസത്തിന് ശേഷം അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്വമനസാല കൊടുത്തതാണ് ഈ ജോലി വേണ്ട എന്ന്, നിങ്ങൾക്ക് താല്പര്യമാണോ എന്നൊക്കെ ചോദിച്ചത് അവരെ PSC ഓഫീസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അതായത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഈ ഡിലീഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്ന സമയത്താണ് അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഡിലീഷൻ തരാം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ മാതാവ്, അതായത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ഒത്തിരി പ്രാർത്ഥിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വാക്ക് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ഈ യോഗം വളരെ ഭംഗിയായിട്ട് നടത്തി എനിക്കൊരു സ്ഥിരമായ ജോലി തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടിയിൽ ഞാനിപ്പോൾ 4 പ്രാവശ്യം പുതുക്കി. 4 പ്രാവശ്യം പുതുക്കിയതിൽ ഓരോ പ്രാവശ്യം നിയോഗങ്ങൾ വെച്ചു. മെയിനായിട്ട് ഈ 2 നിയോഗങ്ങളാണ് വെച്ചെങ്കിലും ചെറുതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, വിവാഹം നടക്കാത്തവർ, അങ്ങനെ പലർക്കും വേണ്ടി നിയോഗം വെച്ചു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നിയോഗം വെച്ച ഒരു നിയോഗവും മാതാവ് നടത്തി തരാതിരുന്നില്ല. എല്ലാ നിയോഗവും ആ ഉടമ്പടിയുടെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് മാതാവ് നടത്തി തന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണി, അതായത് ഭയങ്കര ചൂടാണ്, അപ്പോൾ മുകളിലേക്കൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ കൊള്ളാം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് താങ്ങാവുന്ന ബാധ്യതയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. ഈ ഉടമ്പടി വഴി മാതാവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനായിരിക്കുന്ന സമയത്ത്, ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എന്താവശ്യം, ഇപ്പം ചിലപ്പം ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും, എന്നാൽ പറ്റുന്ന വിധം സഹായിക്കും. അതുപോലെ ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവരെ ഞാൻ സഹായിക്കും. അതല്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഉടമ്പടി ജീവിക്കുന്നതാണെന്നുള്ള പൂർണ്ണ മനസ്സോടെ സഹായിക്കും. അതുപോലെ സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ദശാംശം എന്തായാലും പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ, പാവങ്ങളെന്ന് പറയുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലിപരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉടമ്പടിയിൽ ജീവിച്ചു പോകുന്നു. പിന്നെ ഉടമ്പടി പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി മിനിമം പാലിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. അത് എല്ലാം നമുക്ക് പാലിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. എന്തായാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന മാതാവിനും തിരുകുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൽത്താരയിൽ വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു.
എൻ്റെ പേര് അലീന ഷാജു, ഇതെൻ്റെ മമ്മി ജാനി ഷാജു. ഞങ്ങൾ വരുന്നത് മയൽത്തമാത ക്നാനായ ചർച്ച് ബൈസൺ വാലി ഇടുക്കിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജാനുവരി 2. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാൻ പോവുകയായിരുന്നു. B2ൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് B2ന് ഡേറ്റ് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ B2ൻ്റെ ഡേറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും അവിടെ തൊട്ട് മാതാവ് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ആദ്യമായി തന്നെ എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. അതിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിച്ച് ലോക്കറ്റൊക്കെ തന്നു. അപ്പോൾ എല്ലാം അച്ഛൻ പോയി രക്ഷപ്പെട്ടു പോകുമോളെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ച് കാശുരൂപമായിട്ട് ഞാൻ എക്സാമിന് പോയി. ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഞാനിവിടുന്ന് എക്സാമിന് പോകുമ്പോൾ പത്രം വാങ്ങിച്ച് എക്സാം സെൻറ്ററിൻ്റെ അവിടെയുള്ളവർക്ക് കൊടുത്തു. ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് എക്സാം സെൻറ്ററിൽ ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ ഇട്ടു. പിന്നെ കാശുരൂപം അവിടെ കൈപ്പിടിക്കുകയോ കഴുത്തിലിടാനോ ഒന്നും സമ്മതിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിന്നെ വെച്ച് കുത്തിവെച്ച് ഞാൻ കാശുരൂപമായിട്ട് തന്നെയാണ് എക്സാം ഹാളിലോട്ട് കയറിയത്. തേനും കഴിച്ചു. അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് മാതാവ് ഓരോ ആൻസറും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനറിയായിരുന്നു. കാരണം ഞാനല്ല എഴുതുന്നത്, മാതാവ് തന്നെയായിരുന്നു എൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് 2 മൊഡ്യൂൾ ഞാൻ ആ പാസ് മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. പക്ഷേ എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാതാവ് എനിക്ക് തന്ന് എന്നെ 2 മൊഡ്യൂളും പാസ്സാക്കി തന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് ഞാൻ പറയുന്നു, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെയാണ് എനിക്ക് ആ എക്സാം പാസ്സാവാൻ സാധിച്ചത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റത്തില്ല. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് കൊടുത്തു. അതും എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. അന്നേരം ഞാൻ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് കാശുരൂപമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. ഇതുപോലെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഉപ്പ് സെൻറ്ററിൽ ഇട്ടു. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. എക്സാം ഞാൻ പോയി എഴുതി. അതും എനിക്ക് മാതാവ് ആയിരുന്നു എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തത്, ഞാനല്ലായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതിലെനിക്ക് 1 മൊഡ്യൂള് പാസ്സാവാൻ സാധിച്ചു. അതും ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാർക്കെന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ തീരുമാനിച്ചു, എന്തായി 3 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ ലാഗായിപ്പോയി. അന്നേരം ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിയും തുടങ്ങിയാണ്. ചിലപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ടാവുക. അന്നേരമൊക്കെ ഇടയ്ക്കൊക്കെ എനിക്കുണ്ടായിരുന്നു, എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കും കിട്ടിയെന്ന് എനിക്കൊരുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു എനിക്ക് ബോധ്യം വന്നത്, ഇത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി എൻ്റെ കൂട്ടത്തിലുള്ളവർ കയറിപ്പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നവരെല്ലാം കയറിപ്പോകുന്നു. പിന്നെ ഞാൻ ഈ 3 മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ ഒരു മെറിറ്റും ഇല്ലാത്ത എനിക്ക് അമ്മ ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. അങ്ങനെ ഞാനെന്ത് 1 വർഷത്തോളം എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നീണ്ടു നിന്ന് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് തൊട്ട് ജർമ്മൻ്റെ വാലിഡിറ്റി 1 ഇയർ ആക്കിയായിരുന്നു. അപ്പം ഇങ്ങനെ ഏജൻസിക്കാരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാത്ത ഏജൻസികളില്ല, വിളിക്കാത്ത ഏജൻസികളില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം, ഇഷ്ടംപോലെ ഏജൻസികൾ ഞാൻ കൊടുക്കുന്നു, വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം പിന്നെ എനിക്ക് വരുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, മോളുടെ വാലിഡിറ്റി കഴിഞ്ഞു സർട്ടിഫിക്കറ്റിൻ്റെ, ഇനി ഒന്നുകൂടെ എക്സാം എഴുതുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നുള്ളൂ. അപ്പം ഞാൻ ആകെപ്പാടെ തളർന്നു പോയി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല, മാതാവ് എനിക്ക് തന്നതാണ്. എന്നാലും എൻ്റെ ഇത്രയും നാൾ പോയല്ലോ. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി കുരിശ് വരയുടെ ടൈമിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവ്, എന്നെ ആരുടെയും മുന്നിൽ നാണം കെടുത്തരുതേ, അമ്മ തന്നതാണ് എനിക്ക് ഈ 3 മൊഡ്യൂൾ, അപ്പം അമ്മ ബാക്കി ഇതെല്ലാം ചെയ്തോളണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായി, ഇനിയിപ്പം വാലിഡിറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ ഒരു പണി ചെയ്യാം, എന്നാൽ ഇപ്പോൾ ജർമ്മൻ എന്നാ നോക്കണ്ട, എന്നാൽ നാട്ടിൽ തന്നെ നേഴ്സിംഗ് പഠിക്കുമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്തുനിന്നും നാട്ടുകാരുടെ ഇടയ്ക്കൊന്നും ഭയങ്കര പ്രഷർ. എനിക്കാണെങ്കിൽ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ജർമ്മനിക്ക് തന്നെ പോകണം,
എനിക്ക് നാട്ടിലൊന്നും നേഴ്സിംഗ് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തും കയറ്റി താഴ്മയോട് നിൽക്കുമിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അങ്ങനെ എനിക്കിങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് മാതാവ് ഈശോ ഒരു ഹോപ്പ് തരുന്ന വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഹോപ്പ് ഉണ്ടായി. ഞാൻ എന്തായാലും എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് മാതാവിനും ഈശോയ്ക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വഴി തെളിച്ച് തരുമെന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതുന്ന ടൈമിലൊക്കെ മമ്മിയാണെങ്കിൽ എന്നേക്കാൾ ഡബിൾ ഇരട്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ മമ്മി ആ എക്സാം തുടങ്ങുന്ന തൊട്ട് തീരുന്നോടം വരെ ഏതെങ്കിലും മമ്മി എവിടെയാണോ അവിടുത്തെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഞാനൊരു ദിവസം കുരിശരുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയോട് എനിക്ക് എങ്ങനെയെങ്കിലും പോകണം, കാരണം എനിക്ക് നാട്ടിൽ എന്തായാലും നേഴ്സിംഗ് പഠിക്കണ്ട, ഇപ്പം എന്തായാലും ഞാൻ +2 കഴിഞ്ഞ് 2 വർഷം ആവുകയും ചെയ്തു, ഇനി എന്തെങ്കിലും മാതാവ് തന്നെ എനിക്ക് ഒരുക്കി തരണം എന്ന് പറഞ്ഞാൽ മാതാവിനും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കൊടുത്ത ഒരു ഏജൻസിയിൽ നിന്ന് എൻ്റെ പപ്പായുടെ അനിയൻ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ ആ ഏജൻസി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ച് പറഞ്ഞു മോളുടെ ഇപ്പം വാലിഡിറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് വേറെ ഒരു ഇതുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ പോകാം, പക്ഷേ എമൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ വഴി നോക്കാം, മോൾക്ക് പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ തന്നെ ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞ് ഡിസംബറിലാണ് അവർ വിളിക്കുന്നത്, ഈ കഴിഞ്ഞ മാസം. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് വെച്ചു, വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്ര എമൗണ്ട് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അത്ര എടുക്കില്ല എൻ്റെ ഫാമിലി, അത്ര എമൗണ്ട് ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടെ, എനിക്കറിയില്ല മാതാവായിട്ട് തന്നെ പലരിലൂടെ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. കറക്റ്റ് അവർ എന്നാണോ പൈസ അടിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ടൈം ഷോർട്ടനിങ്ങിലൂടെ മാതാവ് ഞങ്ങൾക്ക് പലരിലൂടെ, ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ ആയാലും ഞങ്ങൾക്ക് അറിയാവുന്നവരിലൂടെ ആയാലും എമൗണ്ട് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ പൈസ അവർക്ക് കൊടുക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആ വഴി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അവർ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങി, അങ്ങനെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അത് ജാനുവരി 6 ആയിരുന്നു. അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ മാതാവ് ഈശോ എല്ലാം ഭംഗിയായിട്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ നടന്നെല്ലാം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ അവർ പറഞ്ഞു 14 വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിലായിരിക്കും വിസ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം നേരത്തെ പ്രോസസ്സിങ്ങിന് കൊടുത്തുകൊണ്ട് അവർ പോയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ 40 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് വന്നു വിസ ഡിസ്പാച്ചായെന്ന് പറഞ്ഞ്. ഇന്നലെ ഞാൻ പോയി വിസ കളക്ട് ചെയ്തു. ഇന്നലെ കളക്ട് ചെയ്ത് ഞാനും മമ്മിയും കൂടെ ഡയറക്റ്റ് കൃപാസനത്തിലോട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ വിസ പൊട്ടിച്ചത്. പാസ്പോർട്ട് പൊട്ടിച്ച് വിസ ആദ്യമേ മാതാവിനെയാണ് കാണിച്ചത്. അപ്പം എൻ്റെ മാതാവ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് വിസ അടിച്ച് തന്നിട്ടുണ്ട്. ഇതെനിക്കറിയാം, എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും എനിക്കിത് കിട്ടുന്നത്. കാരണം ഈ വാലിഡിറ്റി കഴിഞ്ഞ പേപ്പർ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാ ഏജൻസിക്കാരും എന്നെ തള്ളിപ്പറഞ്ഞു, മോളുടെ ഈ പേപ്പർ കൊണ്ട് ഒന്നും നടക്കില്ല, ഒന്നുകൂടെ എക്സാം എഴുതണമെന്ന്. എങ്കിലും എനിക്ക് ഈ പാസ്പോർട്ട് വിസ അടിച്ചു തന്നത് മാതാവ് മാത്രമാണ്. എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഏജൻസിക്ക് കുറച്ച് ഫണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ നടക്കത്തില്ലെന്ന് അവർ പറഞ്ഞപ്പം ഞങ്ങളിന്ന് റീഫണ്ട് ചോദിച്ചു. അപ്പം അങ്ങനെ ഈ മാസത്തെ ഈ 2025 ജപമാല റാലി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് രാത്രി തന്നെ ആണ് അവർ റീഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടത്. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഞാൻ എല്ലാ മാസവും മമ്മി കൃപാസനത്തിൽ ഞാൻ പറ്റുന്ന മാസങ്ങളിൽ വരും. അപ്പം ഞാൻ പത്രം കൊടുക്കാനുള്ള പൈസ മമ്മിക്ക് അയക്കും. മമ്മിയുടെ കയ്യിൽ നിന്ന് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എവിടെയാണോ അവിടെയുള്ളവർക്ക്, ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക്, ഇങ്ങനെ കാണുന്നവർക്കല്ല വഴിയിലുള്ളവർക്ക്, അങ്ങനെ പലർക്കും ഞാൻ എല്ലാ മാസവും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും അല്ലാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ, രോഗികളായിരിക്കുന്നവർക്ക് മെഡിസിനും അതിനൊക്കെയുള്ള ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തവരും ആദ്യ വെള്ളിയാഴ്ചകളിൽ പള്ളികളുടെ അവിടെ ഇങ്ങനെ കുറേ പേരിരിക്കും. അപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇനി മമ്മി എനിക്ക് വേണ്ടി കുറച്ച് കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് മമ്മി പറയും.
ദൈവതിരുനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ മകൾക്ക് വേണ്ടി പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പള്ളിയിൽ ചെന്ന് പറഞ്ഞു, അമ്മേ, ഞാനും എൻ്റെ ഭർത്താവും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പോകുകയില്ല. ഞാൻ 4 വർഷമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഇതിന് മുമ്പ് ഞാൻ ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്. ഈ 3 സർട്ടിഫിക്കറ്റും ഞാൻ എന്ന് വരുമ്പോഴെല്ലാം ഈ തിരുനടയിൽ അമ്മയുടെ അടുത്ത് വെക്കും. അമ്മ, ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ കുഞ്ഞിനെ ജർമ്മനിയിൽ എത്തിക്കണം, നേഴ്സിംഗ് പഠിപ്പിക്കണം. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. 1 കെട്ടിന് പകരം ഞാൻ 8 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് ഞാൻ പല ജില്ലകളിൽ കൊടുക്കും. ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലകളിൽ കൂടി കൊടുത്ത്, പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് കിട്ടുന്ന ശമ്പളക്കൂട്ട് പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കും. പിന്നെ ഞാൻ ചിന്തിച്ചു, ഒരാൾക്ക് വയറ് നിറയാൻ 1 പൊതുകെടുത്താൽ 1 വാളുടെ അല്ല വയറ് നിറയുള്ളൂ. ഈ മാസം വരെ ഞാൻ ഒരു കുടുംബത്തിന് 5 കിലോ അരി വെച്ച്, എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം, പാവപ്പെട്ട കുടുംബത്തിന് 5 കിലോ അരി വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ എക്സാമിൻ്റെ ഇൻ്റർവ്യൂ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഈ ഉപവാസത്തിന് എന്തേലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കുഞ്ഞിനെ MSCയിൽ നിൽക്കണം, എമിഗ്രേഷൻ ഓഫീസറായിട്ട് നിൽക്കണം, സ്റ്റാമ്പ് ചെയ്ത് വിസ അപ്രൂവ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് തരണം. 10 ഞാൻ പറഞ്ഞു, അമ്മ 10 ദിവസത്തിനിപ്പുറം തരണം എന്ന് പറഞ്ഞു. പക്ഷേ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ ദിവസം അമ്മ എൻ്റെ കുഞ്ഞിന് വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞ് എൻ്റെ മോൾക്ക് അയച്ചു തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ